ഇവര് ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഇവര് ഖുർആനിനെയാണ് എതിർക്കേണ്ടത്. ഖുർആനിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഉള്ളത്? സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് ഖുർആനിലുള്ളത്. അത് വിഹിതമാണെങ്കിൽ അവിഹിതമാണെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല, ഹറാമാണ് എന്ന് ഖുർആനിൽ പറയുന്നു. ഇവരെ എതിർക്കേണ്ടത് അതിനെയല്ലേ? അള്ളാഹ്ക്ക് എന്ത് അധികാരമുണ്ട് പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സന്നദ്ധതയുള്ള മാതാവിനെയും മകനെയും, സ്വന്തം സഹോദരനെയും സഹോദരിയെയും, പിതാവിനെയും മകളെയും പാടില്ല എന്ന് പറയാൻ അള്ളാഹ്ക്ക് എന്ത് അധികാരമുണ്ടെന്നല്ലേ ഇവർ ചോദിക്കേണ്ടത്? ഇവർ ശരിക്കും ചോദിക്കേണ്ടത് അതല്ലേ? ഇവർക്ക് പറയുന്നതിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ ചോദിക്കേണ്ടത് എന്താ? ഖുർആനിൽ ഈ പറഞ്ഞത് തെറ്റാണ്, ഖുർആനിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് പറയാൻ അള്ളാഹ്ക്ക് എന്ത് അധികാരമുണ്ട്? ഇത് പറയാൻ ഖുർആനിന് എന്ത് അധികാരമുണ്ട്? പരസ്പര സമ്മതമുണ്ടെങ്കിൽ ആയിക്കൂടെ എന്നല്ലേ ഇവർ ചോദിക്കേണ്ടത്. അല്ലാതെ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഫത്വൽ മുഈനിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയല്ലോ ചെയ്യേണ്ടത്. ഫത്വൽ മുഈനിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരതിനെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ഞങ്ങളുടെ ചിന്തയോട് ഇസ്ലാമിക കർമ്മശാസ്ത്രം അടുത്തു വന്നിരിക്കുന്നു എന്നല്ലേ ഇവർ വിചാരിക്കേണ്ടത്. അല്ലാതെ ഇതിനെ എതിർക്കുകയല്ലോ ചെയ്യേണ്ടത്. അതിനിവർ എതിർക്കുകയാണ് ചെയ്തത്. ഇവർക്ക് യാതൊരു അർഹതയുമില്ല. ഇൻസെസ്റ്റ് സെക്സിനെ എതിർക്കാനുള്ള യാതൊരു അർഹതയും നവദാസ്തികർക്കില്ല, പ്രത്യേകിച്ച് എസൻസ് ഗ്ലോബലുമായി സഹകരിക്കുന്ന ആളുകൾക്ക് ആർക്കുമില്ല. അങ്ങനെ സഹകരിക്കുന്ന ഒരാളാണ് ഈ ലണ്ടനിൽ പോയ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത്.